ചൈനയ്ക്ക് ചുമത്തിയ അധിക താരിഫിൽ നിന്നും പുറകോട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനയുമായി $1,00,000 കോടി വ്യാപാര കമ്മിയാണ് നിലനിൽക്കുന്നത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വൻതോതിലുള്ള വ്യാപാര കമ്മിയാണ് ചൈനയുമായുള്ളത്. ഇക്കാര്യത്തിൽ കൃത്യമായ മാറ്റം വരുത്താതെ അധിക താരിഫ് പിൻവലിക്കുന്ന വിഷയമില്ല എന്ന് ട്രംപ് പറഞ്ഞു. 54% വരെ താരിഫാണ് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്നത്. Hundreds of billions of dollars a year we lose with China, and unless we solve that problem, I'm not going to make a deal. Now, I'm willing to deal with China, but they have to solve their surplus. We have a tremendous deficit problem with China. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ട്രംപിന്റെ പുതിയ തീരുമാനം എന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും വലിയൊരു ആഘാതം തന്നെയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതായിരുന്നു, ഈ റെസിപ്രോക്കൽ താരിഫ് ചുമത്തിയതിനു ശേഷം ആ രാജ്യങ്ങളുമായി സംസാരിച്ച് മറ്റ് പല രീതികളിലും ധാരണയിലെത്തുന്ന ഒരു നീക്കങ്ങൾ പല കാര്യങ്ങളിലും, അത് മെക്സിക്കോയുടെ കാര്യത്തിലുണ്ടായിരുന്നു, കാനഡയുടെ കാര്യത്തിൽ അത് നടക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നീ രീതികളിലൊക്കെ തന്നെ കൃത്യമായ നിലപാടുകൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ചൈനയുമായി ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും 54% നികുതി അധിക താരിഫ് ഏർപ്പെടുത്തിയത് പിൻവലിക്കുന്ന വിഷയമില്ലെന്നും അതിന് പരിഹരിക്കണമെങ്കിൽ ആ ട്രേഡ് ഡെഫിസിറ്റ്, അതായത് നമുക്കറിയാവുന്നതാണ്, ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കൂടുതലും കയറ്റുമതി വളരെ കുറവുമാണ്. ഈ കയറ്റുമതി ഇറക്കുമതിയിലെ കുറവിന്റെ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന രാജ്യത്തിന്റെ വരുമാന നഷ്ടം പരിഹരിക്കുന്ന രീതിയിലാണ് ഈ റെസിപ്രോക്കൽ താരിഫുകൾ ചുമത്തുന്നത്. സ്വാഭാവികമായും വലിയ തോതിൽ ഈ റെസിപ്രോക്കൽ താരിഫ് ചുമത്തുകയും അതുകൊണ്ട് തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വലിയ ബാധ്യതയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക, അത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കി അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന കൃത്യമായൊരു നിലപാടാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. $1,00,000 കോടി നഷ്ടം ഈ ചൈനയുടെ ട്രേഡ് ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് ചൈനയോട് സ്വീകരിക്കുമെന്ന് തന്നെയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലെല്ലാം തന്നെ പരാതി നൽകുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ ടാക്സ് ഇമ്പോസ് ചെയ്ത സമയത്ത് തന്നെ പരാതി നൽകുന്ന ഒരു നിലപാട് ചൈന സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു വാണിജ്യ യുദ്ധത്തിലേക്ക് ചൈനയും അമേരിക്കയും ചെന്ന് എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനത്തിൽ മാധ്യമപ്രവർത്തകരോട് വളരെ കൃത്യമായി ചൈനയോടുള്ള നിലപാട് ട്രംപ് അറിയിച്ചതാണ് നമ്മൾ അല്പസമയം മുമ്പ് കേൾക്കുകയും ചെയ്തത്. തീർച്ചയായും ഇത് വലിയൊരു ആഘാതം തന്നെയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, ഈ ട്രേഡ് ഡെഫിസിറ്റ് സംബന്ധിച്ച നികുതി ചുമത്തുന്ന രീതി നടപ്പാക്കുന്നതോടെ വൻതോതിലുള്ള ഒരു ആഘാതം ചൈനയ്ക്ക് ഉണ്ടാവുകയും അല്ലെങ്കിൽ ചൈനയ്ക്ക് വലിയ തോതിലുള്ള ഉൽപാദനം, അതായത് വൻതോതിൽ ഉൽപാദനം വെട്ടിക്കുറയ്ക്കേണ്ട ഒരു സാഹചര്യം, നിരവധി ഉൽപ്പന്നങ്ങൾ ചൈന അമേരിക്കയിൽ വിൽപ്പന നടത്തുന്നുണ്ട്, അവയെല്ലാം വെട്ടിക്കുറയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചൈനയിലെ തൊഴിലവസരങ്ങളെ ബാധിക്കുകയും വൻതോതിൽ ചൈനയുടെ സാമ്പത്തിക സുരക്ഷയെ അത് ബാധിക്കാനുള്ള സാധ്യത തന്നെ ഒരു തരത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൻതോതിലുള്ള ഒരു ആഘാതം ചൈനയ്ക്ക് ഉണ്ടാകുമെന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ചൈന കാര്യമായ ഇടപെടൽ നടത്തണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.